ആകാശവാണി വാർത്താവീക്ഷണം. പോരാട്ട വീര്യത്തിൻ്റെ പൊലിമയിൽ പാരാലിമ്പിക്സിന് കൊടിയിറക്കം. തയ്യാറാക്കിയത് സിനോബ് സത്യൻ. അവതരണം ഉദയൻ കിളിയന്നൂർ. ആഗോള കായിക മാമാങ്കമായ വേനൽക്കാല ഒളിമ്പിക്സിന് തിരശ്ശീല വീണ് 2 ആഴ്ചയ്ക്ക് ശേഷം അതേ വേദിയിൽ പാരാലിമ്പിക്സും അരങ്ങേറി. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന പാരാലിമ്പിക്സിന് ഒളിമ്പിക്സ് ഗെയിമിനോളം ശ്രദ്ധ ഇപ്പോൾ ആഗോള സമൂഹവും മാധ്യമങ്ങളും നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒന്നായി കാണുന്ന മഹത്തായ ഗെയിമായ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി പാരാലിമ്പിക്സ് വരുമ്പോൾ അത് ഭിന്നശേഷിക്കാരായ മനുഷ്യരോടുള്ള അനുകമ്പയ്ക്കപ്പുറം അവരെ ചേർത്തു നിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇക്കൊല്ലത്തെ പാരാലിമ്പിക്സ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ചരിത്ര നേട്ടവുമായി ഇന്ത്യയും തലയുയർത്തി നിൽക്കുകയാണ്. പാരീസിൽ റെക്കോർഡുകൾ മറികടന്ന പ്രകടനത്തോടെ ഇന്ത്യയുടെ പാരാ കായിക താരങ്ങൾ മുമ്പ് ടോക്കിയോ പാരാലിമ്പിക്സിൽ നടത്തിയ മികച്ച പ്രകടനത്തെ മറികടന്നു. ഇന്ത്യയുടെ പാരാലിമ്പിക്സ് ചരിത്രത്തിലെ നാഴികക്കല്ലായി ഇക്കൊല്ലത്തെ പാരീസ് ഗെയിംസ് മാറി. ആദ്യകാലങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പം ഭിന്നശേഷിക്കാരും ഒളിമ്പിക്സ് മത്സരങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ഭിന്നശേഷി ഉള്ളവർക്കായി ഒളിമ്പിക്സിന് സമാനമായി വാർഷിക കായിക മത്സരങ്ങൾ എന്ന ആശയം ആദ്യമായി പ്രാവർത്തികമാക്കിയത് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് മാൻഡിവിൽ ഡോക്ടറായ സർ ലുഡിങ് ഗട്ട്മാനാണ്. അദ്ദേഹം 2ാം ലോകമഹായുദ്ധത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചില മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 1948 ലണ്ടൻ ഒളിമ്പിക്സ് ആരംഭിച്ച അതേ ദിനം തന്നെയാണ് ഈ മത്സരങ്ങളും സംഘടിപ്പിച്ചത്. ഇൻ്റർനാഷണൽ വീൽ ചെയർ ഗെയിംസ് എന്നാണ് ഇത് അറിയപ്പെട്ടത്. പിന്നീട് തുടർച്ചയായി ഓരോ വർഷവും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 1952 ബ്രിട്ടീഷുകാർക്ക് പുറമെ ഹോളണ്ടിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ചില മത്സരാർത്ഥികളും ആദ്യമായി ഗെയിംസിൽ പങ്കെടുക്കാനെത്തി. അന്താരാഷ്ട്ര കായികോത്സവമായി ഇത് തുടക്കം കുറിച്ചത് അന്നായിരുന്നു. വീൽ ചെയർ ഗെയിംസ് ബ്രിട്ടന് പുറത്ത് മറ്റൊരു രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ചത് 1960 റോമായിരുന്നു മത്സരവേദി. റോമിൽ 17ാമത് വേനൽക്കാല ഒളിമ്പിക്സ് നടക്കുമ്പോഴായിരുന്നു ഈ മത്സരവും നടന്നത്. ഇത് ആദ്യ പാരാലിമ്പിക്സായി പിന്നീട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. 1988 മുതൽ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഗെയിമുകൾ ഒരേ നഗരത്തിലും ഒരേ വേദികളിലും നടക്കുന്നു. പാരാലിമ്പിക്സിലെ പാര എന്ന ആദ്യ പദത്തിൻ്റെ ഗ്രീക്ക് അർത്ഥം ഒപ്പം എന്നാണ്. അതിനാൽ ഒളിമ്പിക് ഗെയിംസിനൊപ്പം പാരാലിമ്പിക് ഗെയിംസും നിലനിൽക്കുന്നു എന്നതാണ് ആശയം. ആദ്യകാലങ്ങളിൽ പാരാലിമ്പിക് ഗെയിംസ് വീൽ ചെയർ കായിക താരങ്ങളുടെ മാത്രം മത്സരമായിരുന്നു. എന്നാൽ 1976 പാരാലിമ്പിക് ഗെയിംസ് മറ്റു തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ച് വിപുലീകരിച്ചു. പാരാലിമ്പിക് ഗെയിംസിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള അഗിറ്റോസ് എന്നറിയപ്പെടുന്ന 3 അടയാളങ്ങൾ ചേർന്നതാണ്. പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള അഗിറ്റോസിന് ലാറ്റിൻ ഭാഷയിൽ ഞാൻ നീങ്ങുന്നു എന്നാണ് അർത്ഥം. ജൂഡോ, അമ്പെയ്ത്ത്, അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, റോവിംഗ്, തായ്ക്കൊണ്ടോ, വോളിബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ഷൂട്ടിംഗ്, നീന്തൽ, ഭാരോദ്വഹനം തുടങ്ങി 22 ഇനങ്ങളിലാണ് താരങ്ങൾ മാറ്റുരയ്ക്കുന്നത്. ഭിന്നശേഷിക്കാരായ താരങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രാക്കിലും ഫീൽഡിലുമാണ് മത്സരങ്ങൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 4400 താരങ്ങളാണ് പാരീസിൽ മികവ് തെളിയിക്കാനെത്തിയത്. 2020 ടോക്കിയോ ഗെയിംസിൽ അരങ്ങേറിയ ബാഡ്മിൻ്റൺ, തായ്ക്കൊണ്ടോ എന്നിവയാണ് ഏറ്റവും പുതിയ 2 കായിക ഇനങ്ങൾ. വെളിച്ചത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന പാരീസിൽ അരങ്ങേറിയ ആദ്യ പാരാലിമ്പിക്സിനോടുള്ള ആദരസൂചകമായി വിജയികൾക്ക് വിതരണം ചെയ്ത മെഡലുകളിൽ ഈഫൽ ഗോപുരത്തിൽ നിന്നെടുത്ത ചെറിയ കഷണങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രഞ്ച് ജുവലറി ഉടമ ചൗമറ്റുമായി സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത മെഡലുകളിൽ കൊത്തുപണികളും ബ്രെയിൽ ലിപിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് 2024 ഓഗസ്റ്റ് 28 പേസ് ഡി ലാ കോൺകോർഡിൽ നടന്നു. സ്റ്റേഡിയത്തിന് പുറത്തു നടന്ന ആദ്യത്തെ പാരാലിമ്പിക് ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇത്. തോമസ് ജോളി സംവിധാനം ചെയ്ത് അലക്സാണ്ടർ എക്മാൻ കോറിയോഗ്രാഫി നിർവഹിച്ച ചടങ്ങ് മനുഷ്യ ശരീരത്തെയും ചരിത്രവും അതിൻ്റെ വിരോധാഭാസങ്ങളും എന്ന പ്രമേയത്തെയും അധികരിച്ചാണ് സംഘടിപ്പിച്ചത്. 2024 പാരാലിമ്പിക്സിലെ ചരിത്രപരമായ മറ്റൊരു നാഴികക്കല്ല് ഏറ്റവും വലിയ അഭയാർത്ഥി സംഘത്തിൻ്റെ സാന്നിധ്യമാണ്. 8 കായിക താരങ്ങളും 2 ഗൈഡ് റണ്ണർമാരും അടങ്ങിയ ഈ അഭയാർത്ഥി സംഘം മത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്തു. 2016 റിയോ ഒളിമ്പിക്സാണ് ആദ്യ അഭയാർത്ഥി ടീം രൂപീകരിച്ചത്. പാരാ അത്ലറ്റിക്സ്, പാരാ പവർ ലിഫ്റ്റിംഗ്, പാരാ ടേബിൾ ടെന്നീസ്, പാരാ തായ്ക്കൊണ്ടോ, പാരാ ട്രയാത്ലൺ, വീൽ ചെയർ ഫെൻസിംഗ്
എന്നിവയിൽ പങ്കെടുക്കുന്ന 8 കായിക താരങ്ങൾ 6 രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്തു. പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ആരംഭിച്ചത് 1968-ലാണ്. 1984 ന്യൂയോർക്കിൽ നടന്ന ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായി മെഡൽ നേടിയത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, ഭാരോദ്വഹനം എന്നിവയിൽ ശ്രദ്ധേയമായ പ്രകടനത്തോടെ പാരാലിമ്പിക്സിൽ ഇന്ത്യ സാന്നിധ്യമറിയിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘത്തെയാണ് ഇക്കുറി പാരീസിലേക്ക് ഇന്ത്യ അയച്ചത്. ഇന്ത്യയുടെ 84 താരങ്ങളിൽ 32 വനിതകളുടെ സാന്നിധ്യമുണ്ടെന്ന സവിശേഷതയുമുണ്ട്. പാരീസിൽ 94 സ്വർണം ഉൾപ്പെടെ ആകെ 220 മെഡലുമായി ചൈന ഒന്നാമതും, 49 സ്വർണം ഉൾപ്പെടെ 124 മെഡലുമായി ബ്രിട്ടൻ രണ്ടാമതും, 36 സ്വർണം ഉൾപ്പെടെ 105 മെഡലുമായി അമേരിക്ക മൂന്നാം സ്ഥാനത്തുമെത്തി. പാരാലിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും അടക്കം 29 മെഡൽ നേടി പോയിന്റ് പട്ടികയിൽ 18ാമതെത്തി. ടോക്കിയോയിൽ 2020 പാരാലിമ്പിക്സിൽ ആകെ 19 മെഡലാണ് ഇന്ത്യ നേടിയിരുന്നത്. ഷൂട്ടിങ്ങിൽ അവനി ലഖാരെയാണ് ഇന്ത്യയ്ക്കായി ഇക്കുറി ആദ്യ സ്വർണം നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH-1 ഷൂട്ടിങ്ങിൽ ലോക റെക്കോർഡ് സ്കോറോടെ സ്വർണം നിലനിർത്തുകയായിരുന്നു അവനി. ഈ ഇനത്തിൽ മോന അഗർവാൾ വെങ്കലം നേടിയതോടെ ഇതാദ്യമായി ഒരേ ഇനത്തിൽ 2 മെഡലുകൾ എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F-64 വിഭാഗത്തിൽ പുതിയ പാരാലിമ്പിക്സ് റെക്കോർഡോടെ സുമിത് അന്തിൽ സ്വർണം നേടി. പാരാലിമ്പിക്സിൽ കിരീടം നിലനിർത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമായി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. പുരുഷ ബാഡ്മിൻ്റണിൽ നിതേഷ് കുമാർ, ജാവലിൻ ത്രോയിൽ നവ്ദീപ് സിംഗ്, അമ്പെയ്ത്തിൽ ഹർവിന്ദർ സിംഗ്, ക്ലബ് ത്രോയിൽ ധരംബീർ നയൻ, ഹൈജമ്പിൽ പ്രവീൺ കുമാർ എന്നിവർ സ്വർണ്ണ നേട്ടവുമായി ഇന്ത്യയുടെ അഭിമാനമുയർത്തി. 17ാം വയസ്സിൽ മിക്സഡ് ടീം അമ്പെയ്ത്തിൽ വെങ്കലം നേടിയ ശീതൽ ദേവി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിക്സ് മെഡൽ ജേതാവായി. ഹൈജമ്പ് T42 വിഭാഗത്തിൽ വെങ്കലം നേടിയതോടെ തുടർച്ചയായി 3 പാരാലിമ്പിക്സുകളിൽ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം മാരിയപ്പൻ തങ്കവേലു സ്വന്തമാക്കി. പാരീസ് പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം ഭാവിയിലെ ഗെയിമുകൾക്കായി പുതിയ മാനദണ്ഡം സ്ഥാപിച്ചിരിക്കുകയാണ്. പാരാ അത്ലറ്റുകളുടെ വിജയം രാജ്യത്തിന് കീർത്തിയേകുക മാത്രമല്ല, ഭിന്നശേഷിക്കാരായ നിരവധി കായിക താരങ്ങൾക്ക് കായിക രംഗത്തേക്ക് വരാൻ പ്രചോദനം നൽകുകയും ചെയ്തു. പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ യാത്ര സ്ഥിരോത്സാഹത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥ കൂടിയാണ്. ലോകത്തെ ഒന്നാക്കുന്ന ഒളിമ്പിക്സ് എന്ന കായിക മാമാങ്കത്തിൻ്റെ ഭാഗമായ പാരാലിമ്പിക്സും മത്സരമെന്നതിനപ്പുറം ലോക സമാധാനത്തിനും സഹവർത്തിത്വത്തിനും സംഭാവനയേകുന്ന പ്രതീക്ഷയാണ് ഉളവാക്കുന്നത്. നിശ്ചയദാർഢ്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുന്നതിൻ്റെയും ആവിഷ്കാരം കൂടിയാണ് പാരാലിമ്പിക് ഗെയിംസ്. ശാരീരികവും മാനസികവുമായ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കായിക താരങ്ങൾ ഭിന്നശേഷിക്കാർക്കു മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കും മാതൃകയാണ്, പ്രചോദനമാണ്. ഭിന്നശേഷിക്കാരോടുള്ള സാമൂഹ്യ ധാരണകളെ വെല്ലുവിളിക്കുന്നതിനും എല്ലാ കായിക താരങ്ങളുടെയും അവിശ്വസനീയമായ കഴിവുകൾ ഉയർത്തിക്കാട്ടുന്നതിനും ഗെയിംസ് വേദിയൊരുക്കുന്നു. ഉൾപ്പെടുത്തലിൻ്റെയും സമഭാവനയുടെയും പോരാട്ടവീര്യത്തിൻ്റെയും സാംസ്കാരിക സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും പ്രസ്ഥാനം കൂടിയാണ് പാരാലിമ്പിക്സ്. ഏതു രാജ്യം മെഡൽ പട്ടികയുടെ തലപ്പത്ത് വന്നാലും അവിടെ യഥാർത്ഥ വിജയം വരിക്കുന്നത് കായികരംഗം തന്നെയാണ്. ഒപ്പം ഭിന്നശേഷിയെ പോരാട്ടവീര്യമാക്കി മത്സരിക്കാൻ വന്നവരുടെയും മാനവികതയുടെയും വിജയം കൂടിയാണ് ഓരോ പാരാലിമ്പിക്സും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പോരാട്ടവീര്യത്തിൻ്റെ പൊലിമയിൽ പാരാലിമ്പിക്സിന് കൊടിയിറക്കം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ.